എന്താ മോളെ ശിവാനി ഈ സമയത്ത്? അളിയ അത് തിരക്കിട്ടെടുത്തപ്പോ വീണു പോയതാ. നിന്റെ തലയിൽ എന്താടാ കളിമണ്ണാണോ? മര്യാദക്ക് ഒരു കാര്യം ചെയ്യാതെ എന്നെ കൊണ്ട് പറ്റില്ല അല്ലേ? പോട്ടെ പോട്ടെ എന്ന് വെക്കും തോറും അവൻ. സോറി ശിവാനി, അത് ഇൻവിറ്റേഷനിൽ പേര് മാറിപ്പോയത് നീ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാ അത് മാറ്റിവെക്കാൻ പറഞ്ഞത്. അങ്കിൾ, അത് ഞാൻ നേരത്തെ തന്നെ കണ്ടിരുന്നു. നീ കണ്ടുവന്നോ? നീ എപ്പോ ഇത് കണ്ടു? അത് എന്റെ വീട്ടിലേക്ക് ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ കണ്ടതാ. സോറി ശിവാനി, അറിയാതെ. ശിവാനി, തെറ്റിദ്ധരിക്കല്ലേ മോളെ, ഇത് പ്രിന്റിംഗിൽ വന്നെന്തോ മിസ്റ്റേക്കാ. നീ വിഷമിക്കൊന്നും വേണ്ട. ശിവാനി, ഞങ്ങൾ വാക്കുകൾ കൊണ്ട് എത്ര സമാധാനിപ്പിച്ചാലും നിനക്കത് ഉൾക്കൊള്ളാനാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും അത് കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചാ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്ക് സങ്കടമാവുന്ന കാര്യം തന്നെയാ ഇത്. ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. തൃശൂൽ, ഇതെങ്ങനെയാടാ സംഭവിച്ചത്? നിന്നോടാ ചോദിച്ചത്. എഴുതി കൊടുത്തത് നീയല്ലേ? ത്രിവിക്രമന്റെ പേരിന്റെ സ്ഥാനത്ത് നിന്റെ പേരെങ്ങനെ വന്നു? അച്ഛാ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്നാ? തൃശൂൽ, ഐ ഡിഡന്റ് എക്സ്പെക്ട് ദിസ് ഫ്രം യു. പ്രിന്റ് അടിച്ച് കിട്ടുന്നതിന് മുമ്പ് പ്രൂഫ് നോക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? അതെ, അറിയാതെ സംഭവിച്ചു പോയൊരു തെറ്റല്ലേ, അതിനെ എന്തിനാ ഇങ്ങനെ വലുതാക്കുന്നത്? ഇനി അങ്ങോട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാതെ നോക്കിയാ പോരെ നമ്മള്. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. ഇനി മേലിൽ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കരുത്. ബി കെയർഫുൾ. ത്രിവിക്രം, ത്രിവിക്രം എങ്ങോട്ടാ നീ പോകുന്നേ? ത്രിവിക്രം എന്ത്? ത്രിവിക്രം എന്താ നീ കാണിക്കുന്നത്? വെറുതെ ഇരിക്ക് ത്രിവിക്രം. ത്രിവിക്രം പ്ലീസ്, ത്രിവിക്രം വേണ്ടെന്ന്. ബ്രോ, ഈ കാർഡിൽ നിന്റെ പേരായതുകൊണ്ട് മാത്രം ഞാൻ ഈ കാർഡ് മാത്രം കത്തിക്കുന്നത്. നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കാർഡിന്റെ കൂടെ അവനെ ഞാൻ കത്തിച്ചേനെ. എന്നെ ശിവാനിയും തമ്മിൽ ആരകറ്റാൻ ശ്രമിച്ചാലും ഈ കാർഡിനെ ഗതി തന്നെയായിരിക്കും അവനുണ്ടാകാൻ പോകുന്നത്.
ഏയ് ശിവാനി, എന്തുകൊണ്ടാ നിന്ന് കളഞ്ഞേ? ഇനിയൊരു ചുറ്റും കൂടി കഴിഞ്ഞാ 6 ചുറ്റും കഴിയുമല്ലോ. അതായത് ഒരു ചുറ്റും കൂടി കഴിഞ്ഞാ അഗ്നിസാക്ഷിയായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന് അർത്ഥം. തൃശൂൽ, നിനക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞതില്ലേ? എല്ലാ കാര്യവും നിനക്ക് തമാശയാണല്ലോ. എന്താ ശിവാനി ഇങ്ങനെ പറയുന്നത്? യഥാർത്ഥ പ്രണയത്തിൽ കുട്ടികളി എന്ന് പറയല്ലേ? യഥാർത്ഥ പ്രണയം എന്റെയും ത്രിവിക്രമന്റെയോ? നിന്റേത് അങ്ങനെയല്ല. പിന്നെ എന്താണ്? അല്ല, ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്റെ അടുത്ത് ക്ലോസ് ആയിട്ടിരിക്കുന്നേ? എന്റെ കൂടെ നിന്റെ സന്തോഷം, ദുഃഖം എല്ലാം എന്തിനാ എന്നോട് പറയുന്നേ? ഓ, ഇന്നലെ ഞാൻ അതിന് ഉത്തരം തരാത്തതുകൊണ്ടാണോ പിന്നെ നീ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറയാം, കേൾക്ക്. ഞാൻ അടുത്തിടപഴകിയെന്ന് വിചാരിച്ച് അത് പ്രണയാവില്ല തൃശൂൽ. സുഹൃത്തിനോട് നമുക്ക് എപ്പോഴും ഒരു അടുപ്പം ഉണ്ടാകും. അത് പ്രണയമാണെന്ന് നിനക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. പ്രണയത്തിന് ഫ്രണ്ട്ഷിപ്പ് എന്നൊരു ഡ്രസ് ഇട്ട് കൊടുത്താ കാണുന്നവർക്ക് അത് ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയേക്കാം. പക്ഷെ ഹാർട്ടിന് അങ്ങനെയല്ല. ശിവാനി, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇത്രയും ദിവസമായിട്ട് എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയത്തിന്റെ അത്ര വേറെ ആരും കൂടെ സ്പെൻഡ് ചെയ്ത് കാണില്ല. ഞാൻ നിന്നെ മനസ്സിലാക്കി അത്രയും നിന്നെ ആരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കില്ലായിരുന്നു. വേദനിപ്പിക്കുന്നത് ഞാനല്ല, നീയാണ്. എന്റെ പ്രണയം സമ്മതിക്കാതെ എന്നെ വേദനിപ്പിക്കുന്നത് നീയാ. ഇല്ല, ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. എന്റെ മനസ്സിൽ ത്രിവിക്രമൻ അല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. ഉണ്ട്, ഉറപ്പായും ഒരു സ്ഥാനമുണ്ട്. എനിക്ക് വേണ്ട സ്ഥലം ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്റെ പ്രണയം ഞാൻ തന്നെ നോക്കിക്കോളാം. ശിവാനി, അഗ്നിസാക്ഷിയായിട്ട് ഞാൻ പറയാ, കേൾക്ക്. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയായിരിക്കും. ഞാൻ മണ്ഡപത്തിൽ കയറുന്നത് നിനക്ക് വേണ്ടിയായിരിക്കും. നിന്റെ പേരിന്റെ കൂടെ ചേരുന്നത് എന്റെ പേരായിരിക്കും. ശിവാനി തൃശൂൽ. തൃശൂൽ, നിന്നെ ഞാൻ... തൃശൂൽ, എന്താ നീ ചെയ്തേ? എന്ത് പറ്റി ശിവാനി നിനക്ക്? ഇങ്ങനെ ഒന്നുകൂടി വേണേ പറഞ്ഞാ മതി, തരാം. അത് പറയാതെ വെറുതെ കുട്ടികളെ പോലെ എന്താ എങ്ങനെ? ശിവാനി, നീ എന്താ ചെയ്യുന്നേ? അറ്റ്ലീസ്റ്റ് എന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും അവിടെ ഇരിക്കട്ടെ. ഞാൻ നിന്നെ അടിക്കാൻ വേണ്ടി വന്നപ്പോ നീ എന്റെ... നീ ഇത്രക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും നിന്റെ കൈ എന്നെ ഒന്ന് തലോടിയല്ലോ. അതിനേക്കാൾ വേറെ എന്താ വേണ്ടേ? ശിവാനി, ഈ സമയത്ത് നിനക്കെന്നെ വൃത്തികെട്ടവനെന്നും കൂടെ നിർത്താനാവാത്തവനെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ എന്റെ പ്രണയം സത്യമാണ്. ഇനിയും ഞാൻ അത് എങ്ങനെ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാ? എനിക്ക് ഈ രക്തത്തില് ലെറ്റർ എഴുതുന്നത്, കൈ മുറിക്കുന്നത് അതൊന്നും പറ്റുന്ന കാര്യമില്ല. പ്രണയം എന്ന് പറയുന്നത് 2 ജീവനുകളെ ഒന്നിച്ച് ചേർക്കുന്നതിന് വേണ്ടിയുള്ളതാ, അല്ലാതെ ശരീരം വേദനിപ്പിക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. ശിവാനി, പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നേ. തൃശൂർ, പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവേത് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. ഇനി ഒരു വട്ടം കൂടി നിന്റെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശിവാനി, ശിവാനി, ശിവാനി. ശിവാനി, ശിവാനി, ശിവാനി. ശിവാനി, നോ 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 ശിവാനി. ത്രിവിക്രം, എന്താ പറ്റിയത്? അത് ശിവാനി, നീയും തൃശൂലും തമ്മിൽ കല്യാണം. ത്രിവിക്രം, എന്തൊക്കെയാ നീ പറയുന്നേ? അവിടെ ആരെയും കാണുന്നില്ലല്ലോ. നീ എന്തുകൊണ്ടൊന്ന് പറയുന്നേ? ശിവാനി, നീയും തൃശൂലും അവിടെ? ശിവാനിയും തൃശൂലും? നോ നോ നോ.
എന്താടാ നീ ആലോചിക്കുന്നത്? തൃശ്ശൂല് സ്നേഹിക്കുന്ന ആ കുട്ടി ആരാണെന്ന് പറ. ഞാൻ അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ നടത്തി കൊടുക്കാം. ഞാനെന്ത് ഇങ്ങനത്തെ സ്വപ്നങ്ങളെ കണ്ടേ? തൃശ്ശൂൽ ശിവാനിയെ താലി കെട്ടാൻ പോകുന്നു. ആ സ്വപ്നമൊക്കെ സത്യമായ ശിവാനി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടില്ലേ? ആ തൃശ്ശൂല് ശിവാനിയെ സ്വന്തമാക്കുകയും ചെയ്യും. തൃശ്ശൂല് കാരണം ഈ വീട്ടിൽ എനിക്ക് മകനെന്നുള്ള സ്ഥാനം പോയി. എന്റെ സ്വത്തും പണവും എല്ലാം പോയി. അവൻ കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോ ആ കൂട്ടത്തിൽ ശിവാനിയും. നോ 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 ശിവാനിയെ ഞാൻ ഒരു കാരണവശാലും ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എനിക്ക് വേണം. അവളെ ഉറപ്പായിട്ട് ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും. ഇപ്പൊ എന്തായാലും ശിവാനി എന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ തൃശ്ശൂൽ അവളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്ത് വേണമെങ്കിൽ അവൻ ചെയ്യും. ഞങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടി പല വഴിക്ക് അവൻ ശ്രമിച്ചോണ്ടിരിക്കുക. ആ തൃശ്ശൂരിൽ എപ്പോ വേണമെങ്കിലും എനിക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് തന്നെ പ്രോബ്ലം. എന്താ ഇപ്പൊ ചെയ്യാം? ഇല്ല, ഞാൻ എടുത്തു ചാടാൻ പാടില്ല. എടുത്തു ചാടിയെ ഞാൻ തന്നെ പിടിക്കപ്പെടാം. മുത്തശ്ശി എന്ന ഒരു ശക്തി എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ശിവാനി എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അവൾ എന്റേത് മാത്രമാ. ഇപ്പൊ എന്താ ചെയ്യാ? എന്താ ഞാൻ ചെയ്യാ? ഞാൻ അഗ്നിസാക്ഷിയാക്കി പറയാ, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കും. ഞാൻ മണ്ഡപത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും. നിന്റെ പേരെന്റെ കൂടെ ചേരുന്നത് എന്റെ പേരായിരിക്കും. ശിവാനി തൃശൂൽ. തൃശ്ശൂൽ വീണ്ടും വീണ്ടും എന്റെ പ്രണയത്തിനിടയിലേക്ക് വരികയാണല്ലോ. എത്ര പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. വഴക്ക് പറഞ്ഞിട്ടും അടിച്ചിട്ടും ഒന്നിനും ഒരു മാറ്റമില്ല. എന്താ ഇനി ഞാൻ ചെയ്യാ? മഹാദേവ, എന്റെയും ത്രിവിക്രമിന്റെയും കല്യാണം ഇങ്ങ് അടുത്ത് വരിക. മനസ്സിലുള്ള പേടിയും കൂടിക്കൂടി വന്നോണ്ടിരിക്കുക. ഈ കല്യാണം ഒരു തടസ്സമില്ലാതെ ഭംഗിയായിട്ട് നടന്നാൽ മാത്രം മതി എനിക്ക്. മഹാദേവ, അങ്ങനെ കല്യാണം നടക്കുമ്പോഴേക്കും ത്രിവിക്രമിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറഞ്ഞു വരണേ. ഇല്ലെങ്കിൽ അവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ അവൻ എപ്പോ എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. എന്റെ ആദിശേഷൻ ഒരിക്കലും ഇങ്ങനൊരു ദേഷ്യക്കാരനായിരുന്നില്ല. അവനിൽ പ്രണയത്തിന്റെ അംശങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ത്രിവിക്രം അങ്ങനെയല്ല. ഒരുപക്ഷെ അവന് എന്റെ ആഗ്രഹങ്ങള്, എന്റെ മനസ്സ് അതൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. ത്രിവിക്രമിന് മനസ്സിലാവാത്തത് തൃശ്ശൂരിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? എന്തോ ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടവൻ. ഇതുപോലെ ആദിശേഷനായ ത്രിവിക്രമനും എല്ലാം മനസ്സിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനല്ലേ. അവൻ
ഈ ജന്മത്തിൽ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് അവനിൽ ആദിശേഷന്റെ ഓർമ്മകൾ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടുമായിരിക്കും. അപ്പൊ അവൻ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ഞാൻ കാത്തിരുന്നേ പറ്റൂ. കാത്തിരിക്കാം. മുത്തശ്ശി, 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 നിങ്ങൾ എനിക്ക് എല്ലാ ശക്തിയും പകർന്നു തന്നില്ലേ? എന്നെ സഹായിക്കാൻ വന്നില്ലേ? എന്നിട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി വലിയൊരു തെറ്റ് ചെയ്തു. തെറ്റായിപ്പോയി മുത്തശ്ശി. ഞാൻ നിങ്ങളെ ഒരിക്കലും കൊല്ലാൻ പാടില്ലായിരുന്നു. എന്നാ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം സത്യം. നിങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. മുത്തച്ഛ തന്ന ഒരു ശക്തി എനിക്കിപ്പോ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ കൂടിച്ചേരണമെന്നല്ലേ പറഞ്ഞ്. അതെപ്പോഴായിരിക്കും സംഭവിക്കാം മുത്തശ്ശി? പ്ലീസ് മുത്തശ്ശി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും മുത്തശ്ശി. നിങ്ങളുടെ ഈ കൊച്ചുമോൻ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി മുത്തശ്ശിക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. മുത്തശ്ശി പ്ലീസ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും മുത്തശ്ശി. കൊച്ചുമകനെ, മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി ഇത് എവിടെയാ? നീയല്ലേ ഭൂമിയിൽ നിന്ന് എന്നെ പറഞ്ഞയച്ചത്. ഇപ്പൊ നീ എന്നെ തേടി വന്നാൽ എങ്ങനെയാ എന്നെ കാണാൻ പറ്റുക? സോറി മുത്തശ്ശി, ഞാൻ തെറ്റാ ചെയ്തേ. എന്നോട് ക്ഷമിക്കും മുത്തശ്ശി, എന്നോടൊന്ന് ക്ഷമിക്കും മുത്തശ്ശി. ഞാൻ ജീവിതം മുഴുവനും നിന്റെ വരവിനായാണ് കാത്തിരുന്നത്. അവസാനം നീ തന്നെ എന്റെ ജീവൻ എടുത്തു കളഞ്ഞില്ലേ? എന്നാലും സാരമില്ല, എന്റെ കൊച്ചുമകനാണ് നീ. നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. മുത്തശ്ശി എന്നെ സഹായിക്കോ? എങ്ങനെ ഹെൽപ്പ് ചെയ്യാ? അപ്പൊ എന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവോ? എല്ലാത്തിനും പരിഹാരമുണ്ടാവും. നിനക്ക് ശിവാനിയെ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം. മുത്തശ്ശി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? സപ്തസാഗരം മറികടന്ന് മായാദ്വീപിലേക്ക് നീ പോയേ പറ്റൂ. അവിടെ ചെന്നെത്തുന്നത് വളരെ കഠിനമായ കാര്യമാണ്. നീ ആ പരിശ്രമത്തിൽ വിജയിച്ചാൽ അവിടെ നിനക്കൊരാളെ കാണാൻ സാധിക്കും. അവളാണ് മായാങ്കനി. ശരി മുത്തശ്ശി, ഞാൻ ഇപ്പൊ തന്നെ പോവാം. ത്രിവിക്രം ബ്രോ, ത്രിവിക്രം ബ്രോ. തൃശൂൽ, എന്തു പറ്റി? ത്രിവിക്രം ബ്രോയെ കണ്ടായിരുന്നോ? അവൻ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നത്. നീ പോയി നോക്കി. അല്ല, ഞാനിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവിടെ എങ്ങും ഇല്ല. എന്നാ പിന്നെ അവൻ ജിം ഏരിയയിലുണ്ടാവും. ശരി. എന്താടാ രാവിലെ തന്നെ ആരെ തേടി നടക്കാണെന്ന് തോന്നുന്നു? ത്രിവിക്രം ബ്രോയെ അന്വേഷിച്ച് ജിമ്മിന്റെ അവിടേക്ക് പോവാ. അതിന് അവനോട് ഇല്ലല്ലോ. ഞാൻ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. അതെയോ? ഒരു മിനിറ്റ്, ഫോൺ വിളിച്ചു നോക്കട്ടെ. നോട്ട് റീച്ചബിൾ ആണല്ലോ. എന്താടാ, എന്താണ് അമ്മാവനും മരുവനും കൂടെ രാവിലെ തന്നെ ഒരു ഗൂഢാലോചന? രാവിലെ എഴുന്നേറ്റത് മുതൽ ത്രിവിക്രം ബ്രോനെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? ഇല്ല. എവിടെ പോയോ? ദമയന്തേ, വീണേ, അമ്മേ. ത്രിവിക്രമൻ എവിടേക്ക് പോയിന്നറിയോ? ഇല്ല. രാവിലെ മുതൽ ഞാനും അവനെ കണ്ടില്ലല്ലോ. ഇത് എവിടെ പോയി കിടക്കാവൻ? നീ അവനൊന്ന് വിളിച്ചടാ. ഞാൻ വിളിച്ചിരുന്നു, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. ഇത് എവിടെ പോയതാ ഇവൻ? ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ച കിടന്ന്, പക്ഷെ എപ്പോഴെഴുന്നേറ്റ് പോയെന്ന് എനിക്കറിയില്ല. പഴയ സ്വഭാവം വീണ്ടും തുടങ്ങിയെന്നാ തോന്നുന്നത്. നിന്ന നിപ്പിൽ അങ്ങ് മുങ്ങും. ബാക്കിയുള്ളവർ ടെൻഷൻ അടിച്ചോണം. മുതലാളി എന്തിനു ടെൻഷൻ അടിക്കുന്നേ? ശിവാനി മാഡത്തിന്റെ വീട്ടിൽ പോയതായിരിക്കും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നേ. ശരി, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ശരി, നോക്കിട്ട് വരണേ. മുത്തശ്ശി പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇത്രയും വലിയ സപ്തസാഗരം ഞാൻ എങ്ങനെയാ മറികടക്കുക?